ഒരു വലിയ വിഷമത്തിലാണ് ഇന്ന്. അതെ, തീർച്ചയായിട്ടും. മെനഞ്ഞാന്ന് വരെ ഞങ്ങൾ ഒന്നിച്ച് കണ്ട ആളുകളാണ്. അതായത് ഈ വീടിൻ്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം ഞാനും കൂടെ പോയിട്ടാണ് സെലക്ട് ചെയ്ത് ഇന്നലെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 28-ാം തീയതി ഇതിൻ്റെ വീടിൻ്റെ പാലുകാച്ച് തീരുമാനിച്ചിരുന്നതാണ്. പാലുകാച്ച് ഇവിടെ നടക്കട്ടെ, അതിനുശേഷം പിന്നെ കർക്കിടക മാസത്തിൽ തിരികെ വന്നിട്ട് എല്ലാവരെയും അറിയിച്ച് ഹൗസ് വാമിംഗ് എന്ന നിലയ്ക്ക് നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇന്നലെ ഇവിടുന്ന് പോയത്. വലിയ സ്വപ്നമായിരുന്നു വീടിൻ്റെ പണി. തീർച്ചയായിട്ടും. അത് ആ കുട്ടി വളരെ മിടുക്കിയായ കുട്ടിയായിരുന്നു. മിടുക്കിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ നേഴ്സായിട്ട് ഗവൺമെൻറ് സർവീസ് കിട്ടിയത് ലീവ് എടുത്താണ് ഇപ്പോൾ UK പോയത്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്ന ആരോഗ്യവകുപ്പായിട്ടൊക്കെ മിനിഞ്ഞാന്ന് പോയി സംസാരിച്ച് ഞാൻ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു. ലീവ് മതിയാക്കി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടികളുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഭദ്രമായ കുടുംബത്തിൻ്റെ ആ സാമ്പത്തിക അവസ്ഥ ഭദ്രമായ ശേഷം ഇവിടെ തുടരാൻ അതെ. വീട് പണി അവസാന ഘട്ടത്തിൽ കൂടിയാണ്. വീട് പണി ഏകദേശമൊക്കെ പൂർത്തീകരിക്കാറായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 28-ാം തീയതി, അതായത് ഈ മാസം 28-ാം തീയതി പാലുകാച്ചിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. അത്തരം ഒരു തീരുമാനത്തിൽ എത്തുമ്പോഴാണല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മളല്ലേ. ഞാൻ മെനഞ്ഞാന്നും കണ്ടിരുന്നു. മെനഞ്ഞാന്ന് ഞാനും പുള്ളിക്കാരിയും കൂടെ പോയിട്ടാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്തത്.